ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ്. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് റഫായൽ 114 വേണ്ടിയിട്ടുള്ള ഓർഡർ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസിൻ്റെ സൈഡിൽ നിന്നും ഓർഡർ കൺഫർമേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 18-ാം തീയതി ശരിക്കും AI ടെക് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട സബ്മിറ്റിൽ, ഇന്ത്യയിൽ നടക്കുന്ന സബ്മിറ്റിൽ ബ്രസീലിൽ നിന്നും ലുല ഡി സിൽവ, അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഇവർ രണ്ടുപേരും ഇതിൽ പങ്കെടുക്കും. അപ്പോൾ ഇതിൽ വേറെയും കുറേ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ മെയിനായിട്ട് ഇവരാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ്മിറ്റിൽ ഇന്ത്യയിൽ ഈ 3 രാജ്യങ്ങളും കൂടി പങ്കെടുക്കും. ഈ വളരെ നിർണായകമായിട്ടുള്ള ഡിസിഷനൊക്കെ ഈ മീറ്റിംഗിൽ എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു സൈഡിലിരിക്കെ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കിയാൽ ബംഗ്ലാദേശിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോമഡി ഷെയർ ചെയ്യേണ്ടതുണ്ട്. ഇവിടുത്തെ വോട്ടെടുപ്പിൻ്റെ രംഗങ്ങൾ ഒന്ന് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് വോട്ടിടുന്നതെന്നുള്ളത്. പുതിയ രീതിയിലാണ് വോട്ട് ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അവർ വോട്ട് മെഷീനൊന്നും അവർക്ക് ആവശ്യമില്ല, പക്ഷേ വോട്ട് നല്ല രീതിയിൽ അവർ ഇടുന്നുണ്ട്. ഇന്ന് എന്തായാലും റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ ഡയറക്റ്റായിട്ട് വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളത് ജസ്റ്റ് കണ്ടോളൂ. ഒരുത്തൻ ഇരുന്ന് അങ്ങ് കൂത്താണ്. ഈ ബാലറ്റ് പേപ്പർ കംപ്ലീറ്റ് അവൻ എടുത്തുകൊണ്ട് വരികയാണ്. എടുത്തുകൊണ്ട് വന്നിട്ട് ആ സീൽ അങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങ് അടിക്കുകയാണ്. ടക്കയെന്ന് അടിച്ച് അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന ആളുടെ മുഖമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അയാളൊന്നും അറിഞ്ഞിട്ടില്ല, അയാൾ ഒന്നും അറിയുന്നില്ല. അയാൾ ജസ്റ്റ് ഇങ്ങനെ പേപ്പർ വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വോട്ടെടുപ്പാണ് ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇത്രമാത്രം കള്ളവോട്ടിട്ടിട്ട് ജമാഅത്ത് ഇസ്ലാമി ജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു മതപരമായ സംഘടനയാണ്. ഈ മതപരമായ സംഘടന എന്ന് പറയുമ്പോഴത്തേക്കും ആത്യന്തികമായിട്ട് ഇവരുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണ്. അപ്പോൾ ദൈവം ഇവരുടെ വിജയം കൽപ്പിക്കേണ്ട ആളാണ്. അപ്പോൾ ദൈവത്തിനെ തന്നെ ഇവർ ഏത് രീതിയിലാണ് പറ്റിക്കുന്നത് എന്നാണ് ഈ ഇലക്ഷനിലൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് വിശ്വാസമൊന്നും അല്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ദൈവവും നമ്മളെ വിജയിപ്പിക്കില്ല, നമ്മൾ തന്നെയാണ് ഈ ഇത് വിജയിപ്പിക്കേണ്ടത് എന്നുള്ള ആ ഒരു ബോധ്യം ഇവർക്കുണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് ഇവർ മൊത്തത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവർ തന്നെ അങ്ങ് ബാലറ്റ് പേപ്പർ എടുത്തങ്ങ് വോട്ടിട്ടങ്ങ് ഇടുകയാണ്. 10, 15, 20 വോട്ടാണ് ഇടുന്നത് ഒരാൾ. നാളെ ജമാഅത്ത് ഇസ്ലാമി വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർ മതത്തിൻ്റെ പേരും പറഞ്ഞ് ആ രാജ്യത്തിൻ്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇവർക്കറിയാം ഒന്നുമില്ല എന്നുള്ളത്. ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത, അതായത് ജയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ സംഘടനയില്ലേ, ഈ ജയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടന, പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടന. ഇവർ റെഡ് ഫോർട്ടിൻ്റെ മുന്നിൽ കാറ് പൊട്ടിത്തെറിച്ച കേസ് ഏപ്രിലിൽ പൊട്ടിത്തെറിപ്പിച്ചല്ലോ. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് UN ഇന്ത്യ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസൊല്യൂഷൻ. അപ്പോൾ അതിനെ ചൊല്ലി ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് യുണൈറ്റഡ് നേഷൻസ് ഇവരെ നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ പാകിസ്ഥാൻ നടത്തുന്നത് നിയമവിരുദ്ധമാണ്. അപ്പോൾ ഇതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇനി പാകിസ്ഥാൻ ഇവരെ ഒന്നെങ്കിൽ സംരക്ഷിക്കുന്നെങ്കിൽ ഒളിച്ചും മറച്ചും സംരക്ഷിക്കേണ്ടി വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പഴയതുപോലെ ദാവൂദ് ഇബ്രാഹിം ഞങ്ങളുടെ അടുത്തല്ല ഉള്ളത്, അതുപോലെ ഹാഫിസ് സയ്യിദ് ഞങ്ങളുടെ അടുത്തല്ല ഉള്ളത് എന്നൊക്കെ ഇവർ കള്ളം പറയും. യുവമാരെല്ലാം അവിടെ തന്നെയാണ് താമസം, പക്ഷേ ഇങ്ങനെ പറയും. അതാണ് പാകിസ്ഥാൻ്റെ നിലപാട്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ നിലവിൽ ഒരു പ്രഷർ കൂടി ഇന്ത്യയുടെ സൈഡിൽ നിന്നും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഈ ജയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വലിയ രീതിയിൽ പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ എല്ലാം ഒഴിവാക്കി കളയുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾക്ക് ഡിപ്ലോമാറ്റിക്കലി ഒരു സക്സസ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്ലോബൽ ഫോറത്തിൽ നമ്മളുടെ കൺസേൺ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പണ്ടും നിരോധിക്കപ്പെട്ട സംഘടനയിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി BLA, ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടോളൂ. BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഇവർ ഒരു ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇവർ കൃത്യമായിട്ട് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ഡ്രോൺ ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ആർമിയെ അവർ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ ഇനി കളിച്ച് നോക്കൂ, ഞങ്ങൾ ടെക്നിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് വന്ന് ഏറ്റുമുട്ടൂ എന്ന് വിളിച്ച് പറയുകയാണ്. ആ വീഡിയോ ആണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് പാകിസ്ഥാന് പണി പല സ്ഥലത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ ശക്തമായ രീതിയിൽ പണി കിട്ടുന്നത് ഈ BLAയുടെ സൈഡിൽ നിന്നാണ്. BLA ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിൽ ഏതാണ്ട് 6ഓളം സിറ്റികളുടെ കൈവശമാണ് ഇപ്പോൾ. പാകിസ്ഥാൻ ആർമിക്ക് ആ 6 സിറ്റികളിലും അങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റില്ല, കാല് കുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അവസ്ഥ. ഈ പാകിസ്ഥാൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ആഴ്ച ഈ പള്ളി പൊട്ടിത്തെറിച്ചില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ പൊതുജനങ്ങൾ ആർമിക്കെതിരെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമരം നടത്തിയെന്ന് വെച്ചാൽ വ്യാപാരികൾ എല്ലാവരും, അതായത് ആ സിറ്റിയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും കടയൊക്കെ അടച്ചിട്ട് ആർമിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. ആർമിക്കെതിരെയുള്ള പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയത്. അപ്പം ഇതിനെ തുടർന്ന് ഇപ്പം പാകിസ്ഥാൻ ആർമി വെട്ടിലായിരിക്കുകയാണ്. പൊതുജനങ്ങളും പാകിസ്ഥാൻ ആർമിക്കെതിരാണ്. അതേപോലെ പല സ്റ്റേറ്റുകളിലും, ഇപ്പുറത്ത് ഖൈബർ പഖ്തൂനും ആയിക്കോട്ടെ, അതേപോലെ ഇപ്പുറത്ത് ബലൂചിസ്ഥാൻ ആയിക്കോട്ടെ, രണ്ടും ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ ആർമി എതിർക്കുകയാണ്.
അതാണ് ഇപ്പം പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. അതിൻ്റെ ഇടയ്ക്കാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഒരു സപ്പോർട്ടും കിട്ടാത്ത അവസ്ഥയിൽ ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ പാർലമെന്റിൽ ചെന്നിട്ട് ദുഃഖിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ത്യ ആണെങ്കിൽ ഇസ്രായേലിന്റെ അടുത്ത് നിന്ന് ഒരു റഡാർ സംവിധാനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇസ്രായേലിന്റെ അടുത്ത് നിന്ന് കുറെ നാളുകൊണ്ടേ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇസ്രായേലിന്റെ പക്കൽ നിന്നും അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ ആ ഒരു റഡാർ സംവിധാനം ഇന്ത്യയിലെത്തും. ഇന്ത്യ റഷ്യയുടെ റഡാർ മാത്രമല്ല, നമ്മൾ ഫ്രാൻസിന്റെ മാത്രമല്ല, നമ്മൾ ഇസ്രായേലിന്റെയും കൂടി റഡാർ നമ്മളിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ ഒരു വൈഡർ റേഞ്ച് ആയിട്ടുള്ള നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ പർച്ചേസിംഗ് ഒക്കെ നമ്മൾ നടത്തുന്നത്. ഈ റഡാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പല തരത്തിലുള്ള എയർബോൺ ത്രെട്ടുകളെ, മൾട്ടിപ്പിൾ എയർബോൺ ത്രെട്ടുകളെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ടെക്നോളജിയാണ് ഇതിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ്, അതേപോലെ ലിഥിയം, UV ബാറ്ററി, ഈ മേഖലകളിൽ ചൈനയുടെ ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ ഇത് എവിടെയാണോ ഇത് റിസോഴ്സ് അവൈലബിൾ അതങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്ത് പർച്ചേസ് നടത്തി ഇന്ത്യ ചൈനയുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ചൈനയ്ക്കും ഇന്ത്യക്കും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് വളരെ വലുതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സാധനം ചൈനയിൽ നിന്ന് ഇറക്കുമതിയാണ് ചെയ്യുന്നത്, കയറ്റുമതിയല്ല ചെയ്യുന്നത്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് ചൈന പലപ്പോഴായിട്ട് ഇന്ത്യ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, രണ്ട് രാജ്യങ്ങളും കൃത്യമായി അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഗുണകരമാകുന്ന രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈന ഇങ്ങനെ സുഖിപ്പിച്ച് ഇന്ത്യ എടുത്ത് നല്ല രീതിയിൽ കച്ചവടം നടത്താൻ അവർ താല്പര്യപ്പെടുന്നു. അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് അത് ഏത് നേരത്തും ഒരു പ്രശ്നത്തിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ വളരുന്ന ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നുള്ള ബുദ്ധിയുണ്ടല്ലോ, അതാണ് ചൈനയെ ഇന്ത്യയുമായിട്ട് അടുപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ബോർഡറിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അവർ ഇന്ത്യയുമായിട്ട് ട്രേഡുകളൊക്കെ നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോകാം എന്നുള്ളൊരു ട്രാക്കാണ് അവർ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇന്ത്യ ആ മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു, അതെല്ലാം തന്നെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എടുത്ത തീരുമാനത്തിൻ്റെ പേരിലാണ് ലിഥിയം നമ്മൾ ബ്രസീൽ, ചിലി ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യും. ചിലിയുടെ ഭാഗത്തു നിന്ന് കോപ്പറും കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഇറക്കുമതി ചെയ്യും. അതുപോലെ നമ്മൾ യുറേനിയത്തിന് വേണ്ടിയിട്ട് കാനഡയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. കാനഡയുടെ നമ്മൾ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട MOU നമ്മൾ വൈകാതെ സൈൻ ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൈമറി ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഫ്രാൻസുമായിട്ട് റെയർ എർത്ത് എലമെന്റ്സിന്റെ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി തന്നെ ഒരു പ്രൈമറി എഗ്രിമെന്റ് ഫ്രാൻസുമായിട്ടുണ്ട്. പക്ഷേ ഫ്രാൻസിൽ നിന്നും കൂടുതൽ റെയർ എർത്ത് എലമെന്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ എഗ്രിമെന്റ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അത് ഫ്രാൻസിന്, ലിബിയ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഫ്രാൻസിന് നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോഴും അവിടെ നിന്നൊക്കെ റെയർ എർത്ത് എലമെന്റ്സ് നല്ല രീതിയിൽ ഫ്രാൻസ് കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസുമായിട്ട് നമ്മൾ റെയർ എർത്ത് എലമെന്റ്സിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുകയാണ്. അതുപോലെ നെതർലാൻഡുമായിട്ട് നമ്മൾ റീസൈക്ലിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റെയർ എർത്ത് എലമെന്റ്സ് റീസൈക്ലിംഗ് ചെയ്യാനുള്ള ടെക്നോളജി ഇന്ത്യക്കുള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നെതർലാൻഡുമായിട്ട് നമ്മൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 90% ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ മേഖലയിൽ നമ്മൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ ഡിസിഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ശരിക്കും ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണിത്. അതുപോലെ നമ്മളുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. P-8I എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് നേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ 6 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും നമ്മളൊരു 6 കൂടി അഡീഷണൽ ആയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാണ്. ഇത് ശരിക്കും അമേരിക്കയുമായിട്ടാണ് ഈ ഒരു കരാറ്. അത് ഇത് 12-ാം തീയതി എടുത്ത ഡിസിഷനാണിത്. ഫെബ്രുവരി 12-ാം തീയതിയാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഈ ഒരു തീരുമാനം എടുത്തതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് ഡ്രോണിയർ 228 എയർക്രാഫ്റ്റ് നമ്മൾ ആ ഒരു ഓർഡർ HAL കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ HAL ഇത് ഏതാണ്ട് 2312 കോടി റുപ്പീസ് വർത്ത് വരുന്ന ഒരു കരാറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ കരാർ തന്നെയാണ് നമ്മൾ HAL കൊടുത്തിരിക്കുന്നത്. റഷ്യ ഇന്ത്യക്കൊരു പ്രൊപ്പോസൽ, ഈ പ്രൊപ്പോസൽ എന്താണെന്ന് പറഞ്ഞാൽ റഷ്യ കൂടുതലായിട്ടും ഇന്ത്യ കാർഗോ എയർക്രാഫ്റ്റ് ഓർഡർ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇന്ത്യ ഇങ്ങനെ ഒരുപാട് ഓർഡറുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ട് റഷ്യ ഇപ്പം അവരൊരു പ്രൊപ്പോസൽ, അവരുടെ കാർഗോ എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊപ്പോസലാണ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പ്രൈമറി പ്രൊപ്പോസലാണ്. അപ്ഗ്രേഡഡ് IL-76 MD-90AE കാറ്റഗറിയിൽ പെടുന്ന വിമാനമാണ്. ഇത് റഷ്യ ഉപയോഗിക്കുന്ന വിമാനം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സെയിം മോഡൽ തന്നെയാണ് അവർ ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി ഇന്ത്യക്കുള്ളിൽ തന്നെ നിർമ്മിച്ച് തരാം എന്നുള്ള പ്രൊപ്പോസലാണ് റഷ്യ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന പ്രൊപ്പോസൽ. വളരെ നല്ല പ്രൊപ്പോസലാണ്. ഇനിയിപ്പം ഇന്ത്യൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലും ഇന്ത്യയുടെ ഡിഫൻസും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയും എന്താണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും പ്രാഥമികമായിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നത് കൊണ്ടും ഇന്ത്യ യൂറോപ്പുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ റഷ്യയുമായിട്ട് ഇന്ത്യ കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കണം എന്നുള്ള അമേരിക്കൻ സമ്മർദ്ദം,
ഇതെല്ലാം കൊണ്ട് ഇന്ത്യ റഷ്യയുമായിട്ട് നിലവിൽ ഒരു ഡിഫൻസ് ഡീലിൽ പോവില്ല. പക്ഷേ ഇത് ബാക്ക് എൻഡിൽ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൊപ്പോസൽ അംഗീകരിച്ചാലും അതിനെ ഓപ്പൺ ആയിട്ട് പബ്ലിഷ് ചെയ്യില്ല. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നിലവിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ ഒരു കരാറിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സാധ്യത ഇച്ചിരി കുറവാണ്. ഒരു 40% സാധ്യത വേണമെങ്കിൽ കൽപ്പിക്കാം. അല്ലാതെ അതിൽ കൂടുതൽ പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എഗ്രിമെൻറ്റുകളിൽ ശക്തമായ രീതിയിൽ റഷ്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് നിലവിലെ അവസ്ഥ. നമ്മൾ റഷ്യ Su-57 ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി തരാമെന്ന് പറഞ്ഞിരുന്നതാണ് വിത്ത് സോഴ്സ് കോഡ്. എന്നിട്ടും നമ്മൾ ഫ്രഞ്ച് റഫാലിന് ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് നമുക്ക് നമ്മളുടെ സ്ക്വാഡ്രൺ ഷോർട്ടേജ് നികത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈറ്റർ ജെറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈറ്റർ ജെറ്റ് ആയിട്ടുള്ള റഫേൽ തന്നെ നമ്മൾ ചൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ റഫേൽ തന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരഞ്ഞെടുത്തതല്ല ശരിക്കും. അപ്പോൾ എന്തായാലും തീരുമാനങ്ങളിൽ ബെറ്റർ ആയിട്ടുള്ള തീരുമാനം എന്നുള്ള നിലയിലാണ് ഈ റഫേൽ എടുത്തിരിക്കുന്നത്. ടെമ്പററി ട്രേഡ് പാക്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ സൈൻ ചെയ്ത സ്ഥിതിക്ക് അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഓൾറെഡി തന്നെ അതിന്റെ ചാർട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ആസിയാൻ സബ്മിറ്റിൽ വെച്ചിട്ട് പി.ടി. ഹെഗ്സത്തും രാജ്നാഥ് സിംഗും അങ്ങോട്ടും ഇങ്ങോട്ടും അമേരിക്കയും ഇന്ത്യയും തമ്മിൽ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ സൈൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക കൂടുതൽ സാധനങ്ങൾ ഇന്ത്യക്കുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ പ്രൊപ്പോസൽ എന്ന് പറയും, വേണ്ടി വന്നാൽ ഒരു സാമ്പിൾ തന്നെ അവർ കൊണ്ട് ഇറക്കി വെക്കും. അമ്മാതിരിപ്പെട്ട ആൾക്കാരാണ് അമേരിക്ക. കാരണം അവരുടെ പക്കൽ ഇത് മാസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് അവർ നിങ്ങൾ ഡെമോ കണ്ടിട്ട് നിങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡെമോൺസ്ട്രേഷൻ വരെ കൊണ്ടുവന്ന് ചെയ്ത് കാണിക്കും. ആ രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് അമേരിക്ക. അപ്പോൾ എന്താണ് അണിയറയിൽ ഒരുങ്ങുന്നത് പ്ലാൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. വൈകാതെ തന്നെ അമേരിക്ക ഇന്ത്യയിലോട്ട് പല രീതിയിലുള്ള അവരുടെ ഡിഫൻസ് മേഖലയിൽപ്പെട്ട സാധനങ്ങൾ ഇന്ത്യക്കുള്ളിൽ പുഷ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വാർത്ത പറയുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.